CPM നേതാക്കളെയും അണികളെയും സംബന്ധിച്ച് ഏറെ വൈകാരികമാണ് ഈ വിഷയം. പയ്യാമ്പലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന CPM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ വികൃതമാക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അവർ അംഗീകരിച്ചു കൊടുക്കില്ല. ആരാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത്? അവരെ കണ്ടെത്തണം എന്ന ആവശ്യമാണ് നേതാക്കൾ ഒന്നടങ്കം പറയുന്നത്. പോലീസും ഈ പ്രശ്നം ഗൗരവമായി തന്നെയാണ് എടുത്തിട്ടുള്ളത്. പയ്യാമ്പലം സ്മൃതി കുടീരത്തിലേക്കുള്ള പ്രധാന വഴി ഇതാണ്. പക്ഷേ അക്രമി എത്തിയത് ഇതുവഴിയല്ല എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. പയ്യാമ്പലത്ത് ഈ സ്മൃതി കുടീരമുള്ള ഈ സ്ഥലത്ത് സൺഷൈൻ ബാംബു കഫേ എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു CCTV ക്യാമറയുമുണ്ട്. ഈ CCTV ക്യാമറ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ചില സൂചനകൾ ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പയ്യാമ്പലത്ത് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ആദ്യമായാണ്. ഏറെ വൈകാരികമായ ഇടമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പയ്യാമ്പലം. അക്രമികൾ എത്താൻ ഉള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത് ഇതാണ്. രാത്രി ഏതെങ്കിലും സമയത്ത് ഇതുവഴി അക്രമികൾ ഈ പയ്യാമ്പലത്തെ പുണ്യഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അക്രമി എത്തിയ സഞ്ചാരപഥം കണ്ടെത്തുന്നതിനു വേണ്ടി പോലീസ് ഡോഗ് സ്ക്വാഡും ഇവിടെ പരിശോധന നടത്തുകയാണ്. ഏതാണ്ട് ഈ ഭാഗത്ത് നിന്നാണ് അക്രമി എത്തിയതെന്നാണ് പ്രാഥമികമായ നിഗമനം. രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ സ്തൂപത്തിന് നേരെ നടന്ന ഈ അതിക്രമത്തെക്കുറിച്ച് ആദ്യം ആളുകൾ അറിയുന്നത്. ഇവിടെ പണിക്ക് വന്ന തൊഴിലാളികളാണ് ഇത് ആദ്യം കണ്ടത്. അവർ പറയുന്നത് ഇങ്ങനെ. എത്ര മണിക്കാണ് ഇത് നിങ്ങൾ ആദ്യം കാണുന്നത്? 9 മണിക്കാണ് വന്നത്, പണി തുടങ്ങിയത്. അങ്ങോട്ട് നോക്കുമ്പോൾ കണ്ടത്, അങ്ങോട്ട് നോക്കാൻ കണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ പോയി നോക്കിനെ. അപ്പോൾ നമ്മൾ കരുവായിലാന്ന് വിചാരിച്ചിനെ, കരുവായിലാന്ന്. അപ്പോൾ ഒരിക്കലും നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇളയതാണെന്ന്. ഇത്ര നമ്മൾ പിന്നെ നമ്മൾ പണിയെടുത്ത് പോയിട്ട് പ്രശ്നമായി മാറിയത്. അങ്ങനെയാണ് അതിന് തോന്നുന്നു. അങ്ങനെയാണ്. പയ്യാമ്പലം ശാന്തി തീരത്തിന്റെ ഈ ഗേറ്റ് വൈകിട്ട് 4 മണി മുതൽ അടച്ചിടും. ഈ കാര്യം ഈ ശ്മശാനത്തിലെ ജീവനക്കാരൻ തന്നെ പറയുന്നുണ്ട്. 4:30 മണിയാകുമ്പോൾ അടയ്ക്കും. അതല്ല ദിവസം അത് ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ അതുവഴിയൊന്നും ആർക്കും ഇങ്ങോട്ടേക്ക് വരാൻ കഴിയുമോ? ഇതിലൊരു മറ്റേ ബീച്ചിൽ വരുന്ന വണ്ടിയല്ല ഇതിൽ കയറാതിരിക്കാനാണ് 4 മണിക്ക് 10 മണി മുതൽ 4 മണി വരെ ഇവിടെ ബോഡിയുള്ള.
ആ വണ്ടിയെല്ലാം പോയതിൻ്റെ ബോഡിക്ക് വരുന്ന വണ്ടിയെല്ലാം പോയതിൻ്റെ ശേഷം നമ്മൾ ഗേറ്റ് കൂട്ടിയത്. അത് ആ ഗേറ്റ് പൂട്ടിയതിന് ശേഷം ഈ കോമ്പൗണ്ടിലേക്ക് എങ്ങനെ കടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? വഴുക്കില്ല, വഴിയില്ല, ഒന്നുമില്ല. ഈ ചെറിയ ഗേറ്റ് നമ്മൾ കൂട്ടുന്നത്. പിന്നെ നിങ്ങൾ അതിലേ വരാൻ പറ്റുമോ ആര് വന്നാലും? അല്ലെങ്കിൽ ഈ ബീച്ചിലൂടെ നടന്നു പോകണം. ബീച്ചിലൂടെ നടന്നിട്ട് ഇതിൽ വന്നിട്ട് ഇത് കാണാനുള്ളവർ കണ്ടിട്ട് അതിൽ തന്നെ പോയിക്കൊള്ളു. അല്ലാണ്ട് ഇത് കയറി പറയാൻ ഒക്കെ പറ്റുമോ? അത്ര കടങ്ങ് തുള്ളുന്നവർ കടങ്ങ് തുള്ളിയാലേ നമ്മൾ 2-3 നാൾ ഇവിടെ കിടക്കുന്നത്. രാത്രി രാത്രി ഫുൾ ടൈം കിടക്കുന്നത്. ഇന്നലെ അതുപോലെ എന്തെങ്കിലും സംശയാസ്പദമായി ആരെങ്കിലും വരുന്നതോ അങ്ങനെ എന്തെങ്കിലും കണ്ടിരുന്നോ? ഇല്ല, ഒന്നും ഇല്ലല്ലോ. പോലീസിന് ഏറെ സഹായകമാകാൻ പോകുന്ന ഒരു CCTV ഈ പയ്യാമ്പലം കച്ചുകടയിലേതാണ്. ഈ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പയ്യാമ്പലത്തേക്കുള്ള ഈ പ്രധാനപ്പെട്ട ഈ വഴി എപ്പോഴും തുറന്നു തന്നെയാണ്. ഏത് പാതിരാത്രിക്കും ആളുകൾക്ക് ഈ ബീച്ചിലേക്ക് വരുന്നതിന് ഒരു തടസ്സവുമില്ല. ഇന്ന് പുലർച്ചെയും വലിയ തോതിൽ ആളുകൾ ഏറെ വൈകി ഇന്ന് പുലരും വരെ ഈ പയ്യാമ്പലത്ത് ആളുകൾ ഉണ്ടായിരുന്നു എന്നും ഈ കച്ചുകട നടത്തുന്നയാൾ പറയുന്നുണ്ട്. ഇവിടെ ഫുൾ ടൈം ഓണാണോ ഇത്? CCTV ഫുൾ ടൈം മാത്രമല്ല, വൈകുന്നേരം 7 മണിയിൽ നിന്ന് രാവിലെ 6 മണി വരെ രാത്രിത്തെ ഫുൾ ടൈം ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും സംശയകരമായ സാഹചര്യത്തിൽ ഇന്നലെ ആരെങ്കിലും നിങ്ങൾ കാണുമോ? എന്തെങ്കിലും ചെയ്തിരുന്നു? നമ്മൾ ആരും ഒന്നും ചെയ്തിട്ടില്ല, ഒന്നുമില്ല, സൈലന്റാണ്. നമ്മളെപ്പോൾ ഉള്ള മാതിരി നമ്മൾ ബീച്ചിൽ രാത്രി വൈകിയ എത്ര സമയം വരെ ആളുണ്ടാകാറുണ്ട്? രാത്രി 12 മണിക്ക് ശേഷം കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് 2 3 ഇങ്ങനെ ഒരു സൈഡിൽ എല്ലാം ഉണ്ടാവും. എത്ര മണി വരെ ഉണ്ടാവും? രാവിലെ വരെ ഉണ്ടാവും. ഇന്നലെയും അങ്ങനെ ആൾക്കാർ എപ്പോൾ ഉണ്ടാവും, എപ്പോൾ. ഇന്നലെ പിന്നെ ഇതുണ്ടല്ലോ നമ്മളെ ആറാട്ട് ഉത്സവം വെക്കുമ്പോൾ ആള് കുറച്ച് കൂടിയാണ്. അതിനാല് കുറേ ആറാട്ട് ഉത്സവമുണ്ട്, കുറേ ആളുണ്ട്. നമ്മൾ മറ്റേ ചളാമ്പലത്തിൽ വളരെ ഇല്ല, ഒരു 2 മണി വരെ. പിന്നെ ഒരു സ്ലോ, പിന്നെ ഒറ്റയ്ക്ക് 2 3 അങ്ങനെ കാറിൽ വണ്ടിയിൽ അങ്ങനെ ഇങ്ങനെയെല്ലാം ഉണ്ടാവും ഒറ്റ. പയ്യാമ്പലത്ത് ഈ സ്മൃതി കുടീരത്തിന് സമീപം ഒരു പച്ച നിറത്തിലുള്ള ഒരു ലിക്വിഡ് ഈ കുപ്പിയിൽ കാണുന്നുണ്ട്. ഇത് തന്നെയാണോ ഇവിടെ ഒഴിച്ചത് എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകും എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പറയുന്നത് ഈ പ്രതികളെ 100% പിടികൂടാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തങ്ങൾ ഉള്ളത് എന്നാണ്. പ്രാഥമികമായിട്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് ക്ലൂ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് അന്വേഷണം തുടങ്ങിയിട്ടുള്ളൂ. ഡോഗിൻ്റെ പരിശോധന ഞങ്ങൾ നടത്തിയതാണ്. പിന്നെ ബാക്കി സയൻറ്റിഫിക് മെത്തേഡ് നമുക്ക് ഉപയോഗിച്ചിട്ട് ബാക്കി ട്രേസിങ് നടക്കാം. നമ്മുടെ എഫേർട്ടാണ് ഇതിൽ ഈ 100% ഞങ്ങൾ ഡിറ്റക്ഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. വളരെ ഗൗരവമായിട്ട് ഇത് കാര്യം എടുക്കുന്നുണ്ട്. എല്ലാവിധ ഞങ്ങൾ അന്വേഷണം പരമാവധി അന്വേഷണത്തിൻ്റെ എഫേർട്ട് കൊടുത്തിട്ട് 100% ഇതിനെ ഡിറ്റക്ഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. CCTV ഇപ്പോൾ കുറച്ച് സമയമായിട്ടുള്ളൂ. കാരണം ഇത് സമയം നമുക്ക് എക്സാക്റ്റ് എപ്പോഴാണ് ഉണ്ടായത് പിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് എല്ലാം CCTV ഒരു 2-3 മണിക്കൂറുള്ള വീഡിയോ പരിശോധിക്കേണ്ടി വരും. അത് കുറച്ച് സമയമെടുക്കും. അതുപോലെ തന്നെ ഒരു CCTV മാത്രമല്ല, ചിലപ്പോൾ 10-20 CCTV പരിശോധിച്ചിട്ട് മാത്രമേ നമുക്ക് പ്രതിയിലേക്ക് എത്താൻ പറ്റൂ. സോ അത് ഞങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ടീം ഫോം ചെയ്തതാണ്. ACP കണ്ണൂർ, IPSHO കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ ഇതിൻ്റെ നേതൃത്വത്തിൽ ഓൾറെഡി ഇതിലെ ടീം ഒരു ഫോം ചെയ്തിട്ട് ഞങ്ങൾ അന്വേഷണം തുടങ്ങിയതാണ്. പൊളിറ്റിക്കൽ മോട്ടീവ് കൊണ്ട് തന്നെയാണ് അത് പറയാൻ ഇപ്പോൾ പറ്റില്ല. പ്രതിയെ പിടിച്ചിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. എന്തെങ്കിലും സംഭവമാണ്, അത് എല്ലാ രീതിയിൽ നമുക്ക് എല്ലാ ആംഗിളിൽ നമുക്ക് പരിശോധിക്കാം. ആരാണ് ഈ സ്തൂപം ഇങ്ങനെ വികൃതമാക്കിയത് എന്നത് പോലീസിന്റെ അന്വേഷണ പരിധിയിലുള്ള വിഷയമാണ്. പോലീസ് അതീവ ഗൗരവമായി തന്നെ ഈ വിഷയം അന്വേഷിക്കുന്നുമുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലെ പ്രതികളെ പിടികൂടുക എന്നത് ഏറെ നിർണായകവുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ സമാധാനം കാത്തുസൂക്ഷിക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്. അതിന് ഈ പ്രതികളെ പിടികൂടുന്നതിന് ഏറെ നിർണായകവുമാണ്. എന്തായാലും ഈ അക്രമികൾ ഇതുവഴി തന്നെയാണ് അവിടത്തേക്ക് പോയിട്ടുണ്ടാകാൻ സാധ്യത ഏറെയും. അതുകൊണ്ട് തന്നെ CCTV കേന്ദ്രീകരിച്ചുള്ള ഈ അന്വേഷണം വിജയത്തിലെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പയ്യാമ്പലത്ത് നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.